എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് അമൃത്സർ വരെ പോയിട്ട് വരാം. ഞങ്ങൾ രാവിലെ 5:30-ക്കാണ് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം റെഡിയായി, കാറിൽ ഹനിക്ക് വേണ്ട, ബാക്ക് സീറ്റിൽ ഹനിക്ക് വേണ്ട സെറ്റിങ്സൊക്കെ ചെയ്ത് ബെഡും അവളുടെ ടോയ്സും ക്യാപ്പും ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണേ. ഞങ്ങൾ താമസിക്കുന്ന അംബാല ക്യാൻഡിൽ നിന്നും 276 കിലോമീറ്ററാണ് അമൃത്സറിലേക്കുള്ളത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് പ്രകാരം 5 മണിക്കൂറും 2 മിനിറ്റുമാണ് സമയം പറയുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങൾ എത്തിയില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. സ്വാഭാവികമായും ഇടയിലുള്ള ഞങ്ങളുടെ ലക്ഷ്യ ടൈമൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് അമൃത്സറിൽ ചെന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ 5:30-ക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വഴിയിൽ നിന്ന് 2 ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് അവരും ചേർന്നിട്ട് അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയായിട്ടാണ് അമൃത്സറിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ലുധിയാന കഴിഞ്ഞ പഞ്ചാബിലത്തെ 2ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് അമൃത്സർ. അപ്പോൾ ഇന്ത്യ പാക് ബോർഡറിന് വെറും 28 കിലോമീറ്റർ മാത്രമാണ് അമൃത്സറിലേക്കുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് സിരക്പൂർ എന്നുള്ള സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴിയിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, റൂട്ടിൻ്റെ അപ്പുറത്ത് ഗോതമ്പ് പാടങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ സിരക്പൂർ പറഞ്ഞാൽ തന്നെ പഞ്ചാബ് ഹരിയാന ബോർഡറായി. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡറിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകളൊക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഡിവൈഡറൊക്കെ അരളിപ്പൂവും ബോഗൻവില്ലയൊക്കെ വെച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത നല്ല റോഡുകളാണ് അംബാലയിൽ നിന്ന് അമൃത്സർ വരെ ഉള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചണ്ഡീഗഡ് എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ കൂടിയാണ്. അപ്പോൾ എയർപോർട്ട് വരെ ചെല്ലണ്ട, അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള ഡൈവേർഷൻ എടുത്തിട്ടാണ് നമ്മൾ അമൃത്സറിലേക്ക് പോകുന്നത്. പഞ്ചാബിൻ്റെ സാമ്പത്തിക തലസ്ഥാനമെന്നാണ് അമൃത്സർ അറിയപ്പെടുന്നത്. അതിന് കാരണം അപ്പോൾ അത്രയും റവന്യൂ ആണ് പഞ്ചാബ് ഗവൺമെൻറ്റിന് അമൃത്സർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പാലസ് ആണോ ഗുരുദ്വാരയാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണത്. ഇത് ഇപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും സ്ലോ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ പല ടൈപ്പിലുള്ള ഷോളുകൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് അവർ താമസിക്കുന്നതും. ഇതിപ്പോൾ ഗുരുദ്വാരയാണ്. അത് ഹരിയാനയിലും പഞ്ചാബിലും ഗുരുദ്വാര ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. അപ്പോൾ വഴിയിൽ മുഴുവൻ ഇങ്ങനെ ഗുരുദ്വാരകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഞങ്ങൾ ഇങ്ങനെ വഴിയിലത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമൃത്സർ അറിയപ്പെടുന്നത് പഞ്ചാബിൻ്റെ കൾച്ചറൽ ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റർ എന്നാണ്. അപ്പോൾ വീണ്ടും ഗുരുദ്വാര കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണക്കുകൾ പ്രകാരം ഒരു ദിവസേന 1,00,000-ലധികം വിസിറ്റേഴ്സാണ് അമൃത്സറിലേക്ക് മാത്രമായിട്ട് വരുന്നത്. മരം കൊണ്ടുള്ള ചെസ് ബോർഡിനും അതേപോലെ ഈ ചെസ് പീസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനൊക്കെ വളരെയധികം പ്രസിദ്ധമായ സ്ഥലമാണ് അമൃത്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ഭാഗത്തും ഇതേപോലെ ഗോതമ്പ് പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങളിടയിൽ ഒരു ധാബയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ ബാബേദ ധാബ എന്ന് പറഞ്ഞിട്ട് ഒരു ധാബയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വാൾപേപ്പറൊക്കെ നല്ല ഭംഗിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തുള്ള വാൾപേപ്പറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. 4ാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസാണ് അമൃത്സർ സിറ്റി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ള സ്ഥലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുദ്വാരയായ ഹർമന്ദിർ സാഹിബ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജാലിയൻ വാലാബാഗ്, അതുകൂടാണ്ട് പാർട്ടീഷൻ മ്യൂസിയം, ദുർഗിയാന ടെമ്പിൾ, മഹാരാജ രഞ്ജിത് സിംഗ് ചൗക്ക്, അങ്ങനെ നിരവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുള്ള സ്ഥലമാണ് അമൃത്സർ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഗോൾഡൻ ടെമ്പിളും ജാലിയൻ വാലാബാഗും പിന്നെ അമൃത്സറിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയുള്ള
ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ വാഗ ബോർഡറുമാണ്. നമ്മളിപ്പോൾ ഒരു നദിയുടെ മുകളിലുള്ള പാലത്തിന് മുകളിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബ് എന്നറിയപ്പെടുന്നത് തന്നെ 5 നദികളുടെ സ്ഥലം എന്നാണ്. പാഞ്ച് ആബ്, അതായത് 5 എന്നർത്ഥമുള്ള പാഞ്ച്, റിവർ എന്നർത്ഥമുള്ള ആബ്, ഇങ്ങനെ 2 പേർഷ്യൻ വാക്കുകളിൽ നിന്നാണ് പഞ്ചാബ് എന്നുള്ള പേരുണ്ടായത്. ഝലം, ചനാബ്, രവി, ബിയ, സത്ലജ്, ഇങ്ങനെ 5 നദികളാണ് പഞ്ചാബിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൻ്റെ ഏറ്റവും മുഖ്യ വരുമാന സ്രോതസ്സായ കൃഷിയെ സഹായിക്കുന്നത് ഈ 5 നദികളാണ്. ഈ 5 നദികളിലുള്ള ജലം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഇവർ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ മുഴുവൻ ചൂരൽ കൊണ്ടുള്ള കസേരകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാൻ നോക്കും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചു വന്നപ്പോൾ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ റോഡ്സൊക്കെ നല്ല മെയിൻറ്റെയിൻഡാണ്. വഴിയിൽ നമുക്കിങ്ങനെ ചെടിച്ചട്ടികളും വാട്ടപ്പൂക്കളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ട് കാണാം. ഇഷ്ടംപോലെ ഗോതമ്പ് പാടങ്ങൾ, ചോളക്കൃഷി, ഉള്ളിക്കൃഷി, ഇതൊക്കെയാണ് നമ്മൾ റോഡിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വഴിയിലൊരു റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് വിശാലമായ ഗോതമ്പ് പാടം കണ്ടത്. ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അത് വളഞ്ഞ് നിൽക്കുന്ന പാടമാണ്, കൊയ്യാറായ പാടം. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര തുടർന്നു. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. കാരണം പെർ യൂണിറ്റ് ഏരിയ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ്. അതുകൊണ്ടാണ് പഞ്ചാബിന് ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെയും ആ ഗോതമ്പ് പാടങ്ങളും ചോളക്കൃഷിയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് തന്നെ. ഇനി അമൃത്സർ 98 കിലോമീറ്റർ, പത്താൻകോട്ട് 129 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെ ഒരു ഗ്രീൻ കളറിലൊരു വണ്ടി കണ്ടത്. എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ അങ്ങനെ ഒരു വെഹിക്കിൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു എയർ ഇന്ത്യയുടെ എയർ ബസ് ഇരിക്കുന്നത്. അതൊരു എയ്റോപ്ലെയിൻ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങളിത് അമൃത്സർ സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അമൃത്സറിൻ്റെ കവാടമാണ്. അമൃത്സറിൻ്റെ കവാടത്തിലുള്ള മനോഹരമായ ഒരു കൺസ്ട്രക്ഷനാണ് ഈ കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഗോൾഡൻ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അമൃത്സറിൽ എത്താറായി എന്നുള്ള സന്തോഷത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാഗ ബോർഡറാണ്. അപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് അവിടെ പരേഡ് തുടങ്ങുന്നത്. അപ്പോൾ പരേഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് നേരെ പോകുന്നത്. അപ്പോൾ 2:30-ക്ക് BSFൻ്റെ ഹെഡ് ക്വാർട്ടറിലെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഴുവൻ ഈന്തപ്പനകളാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് നല്ല വളഞ്ഞ് പാകമായി നിൽക്കുന്ന ഈന്തപ്പഴം കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമൃത്സർ സിറ്റിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത്. അവിടെ ചെക്ക് ഇൻ ചെയ്ത ശേഷം അവിടെ നിന്ന് വാഗ ബോർഡറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇന്ന് ജാലിയൻ വാലാബാഗും കൂടി കണ്ടിട്ട് വാഗ ബോർഡറിൽ പോയാലോ. പണ്ട് സ്കൂളിൽ ഹിസ്റ്ററി പഠിച്ച സമയത്ത് എനിക്ക് ഉള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇത്രയും ഒരു കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാഗ് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റണേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ജാലിയൻ വാലാബാഗ് ഗൂഗിൾ മാപ്പിലിട്ടിട്ട് ജാലിയൻ വാലാബാഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗൂഗിൾ ഞങ്ങളെ വഴിതെറ്റിച്ച് അമൃത്സർ ടൗൺ മുഴുവൻ ഒന്ന് കറക്കി. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വഴിതെറ്റി ഗൂഗിൾ നെയിം പഴിച്ച് അവസാനം ജാലിയൻ വാലാബാഗ് നാളെ കാണാമെന്നുള്ള തീരുമാനമെടുത്ത് ഞങ്ങൾ വീണ്ടും ഹോട്ടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അഥവാ GT റോഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലത് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ് നീണ്ടു കിടക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഏകദേശം ഈ റോഡിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 3655 കിലോമീറ്ററാണ്. അതായത് ബംഗ്ലാദേശിലെ ടെക്നാഫ് മുതൽ പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണോന്ന് അറിയില്ല, ബംഗ്ലാദേശിലെ ടെക്നാഫ് മുതൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വരെ നീണ്ടു കിടക്കുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അപ്പോൾ തേക്നാഫ് മുതൽ കാബൂൾ വരെയുള്ള ദൂരത്തിനിടയിൽ അത് പാസ് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ ഞാൻ പറയാം. ബംഗ്ലാദേശിലത്തെ ചിട്ടഗോങ് ആൻഡ് ധാക്ക, ഇന്ത്യയിൽ പറഞ്ഞല്ലോ കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ് റോഡ്. അതിനിടയിൽ കൊൽക്കത്ത, കാൺപൂർ, ആഗ്ര, അലിഗഡ്, ഡൽഹി, അമൃത്സർ. പിന്നീട് ഈ റോഡ് നീളുന്നത് പാകിസ്ഥാനിലെ ലാഹോർ, റാവൽപിണ്ടി, പെഷവാർ ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ അവസാനം കാബൂളിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിറ്റി ഒക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഡബിൾ ഡെക്കർ ബസ് കണ്ടത്. ആ ബസ് അമൃത്സർ സിറ്റി ടൂർ നടത്തുന്ന ബസ്സാണ്. അതിൻ്റെ മുകളിലും നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ മുകളിലും ചെയർസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഏറ്റവും മുകളിൽ ഉള്ള ചെയറിൽ വരെ ഇരുന്ന് അമൃത്സർ സിറ്റി ടൂർ നടത്താം ഈ ബസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഇതിന് ബുക്കിംഗ് ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അമൃത്സർ സിറ്റി ടൂർ നടത്താനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ബുക്ക് ചെയ്ത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നേരെ ലഞ്ച് കഴിക്കാനായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വാഗാ ബോർഡറിലേക്ക് പുറപ്പെട്ടു. ആ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ റൂം ഒന്ന് ക്വിക്കായിട്ട് കാണാം. അമൃത്സർ സിറ്റിയിൽ തന്നെയുള്ള ഹോട്ടൽ സഞ്ജോഗിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് അമൃത്സറിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ റൂം. അത്യാവശ്യം സ്പേഷ്യസായ ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ ഒരു കബോർഡ് ഉണ്ട്, കയറി ചെല്ലുമ്പോൾ തന്നെ. പിന്നെ ഒരു ടേബിളുണ്ട്, ഒരു കുഞ്ഞു ടേബിൾ, പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ്, പിന്നെ ഒരു TV യൂണിറ്റ് ഉണ്ട്. TV യൂണിറ്റ് കഴിയുമ്പോൾ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്, മേക്കപ്പ് ടേബിളുണ്ട്, വലിയ കണ്ണാടി, കെറ്റിൽ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു സോഫ സെറ്റ് ഉണ്ട്, ടീപ്പോയ് ഉണ്ട്, പിന്നെ അല്പം സ്പേഷ്യസായ വലിയൊരു ബെഡ്, ബ്ലാങ്കറ്റ്, അതിൻ്റെ ആക്സസറീസ് എല്ലാം ഉണ്ട്. അങ്ങനെ അത്യാവശ്യം സ്പേഷ്യസായ നല്ല സൗകര്യങ്ങളുള്ള റൂമായിരുന്നു. 1500 രൂപയാണ് റെൻറ്റായി വന്നിട്ടുള്ളത്. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം മേ ബി, ഞങ്ങൾ ഏപ്രിലാണ് പോയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.